അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി പഴയ അതിശയം കണ്ടോലിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടില്ല. കിഡ്സ് മൂവി ആയിരുന്നു. അല്ല എന്തൊരു പറയാ, ഇതൊക്കെ നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ച സിനിമകളാണ്. ഒന്നുമില്ല അവൻ്റെ ശിവകാർത്തിൻ്റെ പൈസയും പട്ടം ഭയങ്കര ഹൈപ്പാ. പോരാ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞുകുട്ടികൾക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. കുഞ്ഞുകുട്ടികളെ തന്നെ കണ്ടുകൊണ്ട് മടുത്താണ് ഇങ്ങനത്തെ സീക്വൻസ്. അടുത്തൊന്നും വന്നില്ല ബ്രോ. കാർത്തികൻ്റെ അഭിനയം കൊള്ളാം. പുള്ളിക്കാരൻ അഭിനയിക്കാൻ നല്ല അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതെനിക്ക് അത്ര അങ്ങോട്ട് സ്റ്റോറി റൈറ്റിംഗ് സ്ക്രിപ്റ്റിംഗ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. വന്നില്ല. ഒന്നും ബെറ്റർ അല്ല. അത്രേ ഉള്ളൂ, വലിയ രസമില്ല. വലിയ ഇതൊന്നുമില്ല. അയലാണ് ഒരു രക്ഷയില്ല, വേസ്റ്റ്. വലിയ ഇതൊന്നുമില്ല ബ്രോ. ആ വലിയ അഭിപ്രായം കേട്ടാണ് വന്നത്. വലുതായിട്ട് ഒന്നും തോന്നിയില്ല. ഇപ്പൊ മാത്രമേ ഉള്ളൂ, ഒന്നിനും കൊള്ളൂല. ഒരു BGM ഭയങ്കര മിസ് ചെയ്യാനുണ്ട്. ഒന്നുമില്ല. BGM എ.ആർ. റഹ്മാൻ അതിനകത്ത് പറ്റുന്നില്ല, എന്താ പോലെ ആയിപ്പോയി. ഇത് സെറ്റായിരുന്നു. അതിൻ്റെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളായിരുന്നു. നല്ല VFX ഒക്കെ ഉണ്ട്, പക്ഷെ ഇടക്കിടയ്ക്ക് കുഴപ്പമില്ല. വെറുപ്പിച്ചിട്ടൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കുക ബ്രോ. പക്ഷെ BGM നല്ല മിസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ, നല്ല VFX. ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞു 2018 ഈ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ടായത്. അപ്പോഴോട്ടുള്ള ആ ഒരു വർക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഏലിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോളിവുഡ് ഫിലിമിൽ കാണും പോലത്തെ അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഏലിയൻ്റെ ആ VFXൻ്റെ ഇതൊക്കെ ആണെങ്കിലും ശരി. പിന്നെ കഥ സൂപ്പർ ഹീറോ മൂവി പോലെയാണ് എന്ന് പറഞ്ഞിട്ട് കൃഷിയുമായിട്ട് കമ്പയർ ചെയ്യൽ, അത് വേറെ ഇത് വേറെ. ഓക്കെ, കമ്പാരിസൺ ചെയ്യും. എങ്ങനെ അത് നമ്മൾ പറയേണ്ടത്, ഓരോരുത്തർക്ക് ഓരോ രസനയില്ലേ, അതും പറയാൻ പറ്റില്ല. അപ്പം ഇത് ഒരു കിഡ്സിനെ ഇഷ്ടപ്പെടും. അതേപോലത്തെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഫണ്ണാണ്, സെക്കൻഡ് ഹാഫ് ഫുള്ള് ഒരു ആക്ഷൻ ആ ഒരു ഇതിലാണ് പോകുന്നത്. ഇവിടെ കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കുക. വർത്താം എക്സ്പീരിയൻസ് കൊള്ളാം. ഓഡിയോ ഓണിലാണ് നിന്ന് കണ്ടോ, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കൊള്ളാം എന്തായാലും. അതും കൊള്ളാം. അങ്ങനെ 7 വർഷത്തെ പഴകിയ ഒരു സിനിമ പോലെ തോന്നാറില്ല. എല്ലാവരും കാണാൻ കൊള്ളാം. സിനിമ സൂപ്പർ സിനിമ, ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ടും VFX വർക്കായാലും തിരക്കഥയായാലും എല്ലാം സൂപ്പർ സിനിമയാണ്. அயலான் ஆக்சுவலி கம்மி பட்ஜெட்டில் நல்ல VFX, கம்மி பட்ஜெட்டில் இன்னும் நல்லா பண்ண முடியுங்கிறதுக்கான எக்ஸாம்பிள் தான் இந்த படம். ஃபேமிலி என்டர்டெயின்மெண்ட் எல்லாரும் வந்து பார்க்கலாம். ஒர்த்து ப்ரோ. ஆக்சுவலி நீங்கள் சின்ன பசங்க எல்லாருக்குமே ரொம்ப பிடிக்கும் இந்த படம். கண்டிப்பாக கம்மி பட்ஜெட்டில் இவ்வளோ நல்ல படம் கொடுக்கும், குவாலிட்டியான படம் கொடுக்க முடியுங்கிறத சிவகார்த்திகேயன் ப்ளஸ் ரவிக்குமார் எல்லாருமே காட்டியிருக்காங்க. A.R. ரஹ்மான் மியூசிக் பெஸ்ட்.